കേന്ദ്രത്തോട് സ്വരം ഘടിപ്പിച്ച് ശശി തരൂർ. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർത്തിയതും അയോധ്യ രാമക്ഷേത്ര ഫണ്ട് ക്രമക്കേട് ആരോപണവും ഉൾപ്പെടെയുള്ള ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ച അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെയാണ് കോൺഗ്രസ് എം പി ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. പാർലമെന്റ് സർക്കാരിന്റെ ബില്ലുകൾ പ്രഖ്യാപിച്ച് പാസാക്കാനുള്ള വെറുമൊരു നോട്ടീസ് ബോർഡ് അല്ല എന്നും ജനങ്ങളുടെ ആശങ്കകളും പ്രതിപക്ഷത്തിന്റെ ശബ്ദവും ഉയരേണ്ട ജനാധിപത്യ വേദിയാണ് അതെന്നതാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. ചർച്ചകളെ സർക്കാർ ഭയപ്പെടുന്നതിനെതിരെയാണ് അദ്ദേഹം ഇപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ചോദ്യം ഉയർത്തിയ ശശി തരൂർ ആകട്ടെ, രാജ്യത്തെ പ്രധാന വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന് അഭിപ്രായം പറയാനുള്ള അവകാശം നിഷേധിക്കരുത് എന്ന് അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം കോക്രോച്ച് ജനതാ പാർട്ടി അവിടെ നടത്തിയ പാർലമെന്റ് മാർച്ചിന് നേരെ ഉണ്ടായ ലാത്തി ചാർജിനെയും അദ്ദേഹം അപലപിച്ചു. സമാധാനപരമായ പ്രതിഷേധത്തിന് നേരെയും ബലം പ്രയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തിന് യോജിച്ചതല്ല ഈ രീതിയിലുള്ള കാര്യങ്ങളെന്നും ലാത്തി ചാർജ് അഹിംസയല്ല, മറിച്ച് അത് അക്രമമാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ട വേദിയാണ് പാർലമെന്റ് എന്നും ഭൂരിപക്ഷത്തിന്റെ പേരിൽ ചർച്ചകൾ ഒഴിവാക്കുന്നത് ജനാധിപത്യത്തിന്റെ ആത്മാവിന് വിരുദ്ധമാണ് എന്നതാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അഹിംസാത്മകമായ പ്രതിഷേധം നടക്കുമ്പോൾ എന്തിനാണ് ലാത്തി ചാർജ് നടത്തുന്നത്? ലാത്തി ചാർജ് അഹിംസയുടെ രീതിയല്ല, അത് അക്രമമാണ്. അതിന്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. ചർച്ചയെ അവർ എന്തിന് ഭയക്കുന്നു എന്നതും എനിക്ക് അറിയില്ല എന്നും ശശി തരൂർ ഈ വേളയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ രാജ്യത്തുടനീളമുള്ള പ്രധാന പ്രശ്നങ്ങളാണ് എന്നും എല്ലാവർക്കും അറിയാം. ജനങ്ങളുടെ ശബ്ദവും ജനങ്ങളുടെ ആശങ്കയും ഉയർത്താനുള്ള വേദിയാണ് പാർലമെന്റ്. സർക്കാരിന് ഭൂരിപക്ഷമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രതിപക്ഷത്തിന് പറയാനുള്ളത് പറയാൻ അവസരം ലഭിക്കണം. കുറഞ്ഞ പക്ഷം ആശങ്കകളെങ്കിലും കേൾക്കാൻ സാധിക്കണം. സർക്കാരിന്റെ ബില്ലുകൾ പ്രഖ്യാപിക്കുവാനും പാസ്സാക്കുവാനുമുള്ള ഒരു അറിയിപ്പ് ബോർഡായി തന്നെ പാർലമെന്റിനെ കാണാൻ ഒരിക്കലും കഴിയില്ല. പാർലമെന്റ് അതൊന്നുമല്ല. എല്ലാ കാഴ്ചപ്പാടുകളും കേൾക്കുവാനും ചർച്ച ചെയ്യുവാനും ആവശ്യമെങ്കിൽ തർക്കിക്കുവാനുമുള്ള ഒരു വേദിയായിരിക്കണം. അതിനുശേഷം ബില്ലുകൾ പാസ്സാക്കണം. അത് മാത്രമല്ല, സർക്കാർ സഹകരിക്കുകയാണ് എങ്കിൽ പ്രതിപക്ഷവും സഹകരിക്കുമെന്നും പരസ്പര സഹകരണം ഇവിടെ ഉണ്ടാകുമെന്നും തരൂർ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ചർച്ചകൾ ഇവിടെ അനുവദിക്കേണ്ട ആവശ്യമുണ്ട്. അവരുടെ ബില്ലുകൾ പാസ്സാക്കാൻ ഞങ്ങൾ അവരെ സഹായിക്കും. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണമെന്നും അങ്ങനെയാണ് പാർലമെന്റ് പ്രവർത്തിക്കേണ്ടതെന്ന ഒരു ശക്തമായ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇവിടെ ശശി തരൂർ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം ഇത്തരത്തിൽ ശബ്ദം ഉയർത്തുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള വിഷയങ്ങളിലാണ് എന്നത് അദ്ദേഹത്തിന്റെ നിലപാട് ഉറപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.